ജീവിത വിജയം കൊതിക്കുന്നവർ വായനയുടെ ജാലകം തുറക്കണമെന്ന് ടി.എ. അഹമ്മദ് കബീർ. താലൂക്ക് ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിത വിജയം കൊതിക്കുന്നവർ വായനയുടെ ജാലകം തുറക്കണമെന്ന് ടി.എ. അഹമ്മദ് കബീർ പറഞ്ഞു. താലൂക്ക് ജമാഅത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ സംഘടിപ്പിച്ച പ്രചോദനം 2024 വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും ഒരു നേടാതെ പഠനം ഉപേക്ഷിക്കുന്നത് ആ സാഹചര്യം പറയുന്നത് ആലുവ മേഖലയിൽ നിന്നും കഴിഞ്ഞ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 250 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. ആലുവ താലൂക്ക് ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ അബ്ബാസിന്റെ അധ്യക്ഷതയിൽ MLA അൻവർ സാദത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാലഘട്ടത്തിൽ പുതിയ തലമുറയ്ക്ക് ഏറ്റവും പറ്റുന്നത് രണ്ട് വിദ്യാഭ്യാസം, രണ്ടും കൂടുതൽ മാക്സിമം നേടാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അബ്ദുൽ സലാം മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. DYSP MA അബ്ദുൽ റഹീം വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം നടത്തി. AM പരീർ, KM കുഞ്ഞുമോൻ, അഡ്വക്കേറ്റ് MM അലിക്കുഞ്ഞ്, EM അബ്ദുൽ സലാം, ഇബ്രാഹിം കുട്ടി പാറപ്പുറം, PM സെയ്തു കുഞ്ഞുപുറയാർ, ബഷീർ ചെങ്ങമനാട്, അജാസ് കാലടി, റഫീഖ് എടത്തല, AP അടിമക്കുഞ്ഞ്, അഡ്വക്കേറ്റ് BP സലീം, സുഫീർ ഹുസൈൻ, CM അഷ്റഫ് മുട്ടം, ഷിനാസ് മണപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ജമാഅത്ത് താലൂക്ക് സെക്രട്ടറി നാസർ മുട്ടത്തിൽ സ്വാഗതവും ട്രഷറർ PM മൂസാക്കുട്ടി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.